ഹലോ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും കാത്തിരുന്ന പത്രമാറ്റിന്റെ ഒട്ടനെ തന്നെ വരാൻ പോകുന്ന ആ ഒരു തീ പാറുന്ന എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിവാഹ നിശ്ചയദിനത്തിൽ പട്ടുസാരിയുടെ മനോഹാരിതയിൽ തിളങ്ങേണ്ട നന്ദുവിനെ കാണാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തു നിന്നു. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ്. മണ്ഡപത്തിലേക്ക് നന്ദു കടന്നു വന്നത് സച്ചിദാനന്ദന് പണി കൊടുക്കാനുള്ള പോലീസ് യൂണിഫോമിൽ. CI സച്ചിദാനന്ദൻ എന്ന ആ ചതിയന്റെ എല്ലാ കള്ളക്കളികളും ആ യൂണിഫോമിന് മുന്നിൽ തകർന്നു വീഴുകയാണ്. അതോടെ അവിടെ സകല കള്ളത്തരങ്ങൾക്കും ഉടായ്പകൾക്കും ഫുൾ സ്റ്റോപ്പ്. ഈ എപ്പിസോഡ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇപ്പോഴേ ഒരു ലൈക്ക് അടിച്ചേക്കുക. ആ കിടിലൻ ട്വിസ്റ്റ് അറിഞ്ഞ എപ്പിസോഡിലേക്ക് നമുക്ക് നേരെ പോകാം. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന് വിവാഹ നിശ്ചയത്തിന്റെ ദിവസം എത്തിച്ചേർന്നിരിക്കുകയാണ്. വീട്ടിലാകമാനം അതിനുള്ള ഒരുക്കങ്ങളും തിരക്കുകളുമാണ്. എന്നാൽ ഈ സമയത്തും നമ്മുടെ നന്ദു ആകെ വിഷമിച്ചാണ്, അസ്വസ്ഥതയോടെയാണ് ഇരിക്കുന്നത്. നയനയും നവ്യയും ഒക്കെ നേരത്തെ തന്നെ വീടെല്ലാം അലങ്കരിക്കുന്ന കാര്യങ്ങൾക്കായി എത്തിയിരുന്നു. നന്ദുവിന്റെ ഈ വിഷമഭാവം ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ അവരവളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. നന്ദു, നീ ഇനിയും അനിയെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നത് ശരിയല്ല. നിങ്ങൾ തമ്മിൽ ഇനി ഒരുമിക്കാൻ സാധ്യതയില്ല. നിന്റെയും അനിയുടെയും വിവാഹം കഴിഞ്ഞാൽ അമ്മ എന്ത് നിലപാടെടുക്കുമെന്ന് നിനക്ക് അറിയാവുന്നതല്ലേ. അതുകൊണ്ട് ഇനി അധികം ചിന്തിച്ച് ദുഃഖിക്കാതിരിക്കുന്നതാണ് നല്ലത്. അമ്മയും അച്ഛനും എതിർക്കുന്ന സാഹചര്യത്തിൽ നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിശ്ചയ സമയത്ത് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നീ അനുസരിച്ചേ മതിയാകൂ. ഈ ചടങ്ങിൽ നീ സന്തോഷമായിട്ട് തന്നെ ഇരിക്കണം മോളെ. നിനക്കിനി മറ്റൊരു വഴിയില്ല. അങ്ങനെയെല്ലാം ഉപദേശിക്കുന്നുണ്ട് നയന. നിശ്ചയത്തിന് അണിയേണ്ട സാരിയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നതെന്നും അത് ധരിച്ച് ഭംഗിയായി ഒരുങ്ങി വരണമെന്നും നയനയും നവിയും നന്ദുവിനോട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ നന്ദുവിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിനു ശേഷം മറ്റു ജോലികളിലേക്ക് അവർ തിരിയുകയാണ്. നന്ദു ആകട്ടെ കാര്യങ്ങളെല്ലാം തന്റെ കൈകളിൽ നിന്ന് വഴുതി പോവുകയാണല്ലോ എന്ന ഭയത്താൽ വളരെയധികം സങ്കടപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. ഈ ആലോചനകളിൽ ഇരിക്കുമ്പോഴാണ് നന്ദുവിന് അനിയുടെ കോള് വരുന്നത്. അനി കാര്യങ്ങൾ തിരക്കി. നന്ദു, അവിടെ ഒരുക്കങ്ങളെല്ലാം ഗംഭീരമായി നടക്കുന്നുണ്ടോ? എന്താ നിന്റെ അവസ്ഥ? അപ്പൊ നന്ദു പറയുന്നുണ്ട്, അനി, സത്യം പറഞ്ഞ എനിക്ക് പേടിയാവുന്നുണ്ട്. കാര്യങ്ങളെല്ലാം നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് അകന്നു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഇപ്പോൾ. ഉടനെ അനി നന്ദുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഏയ്, നീ അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല നന്ദു. നമ്മുടെ കൈവിട്ടേ ഒന്നും പോകില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഒരുമിച്ചുള്ള ഒരു ജീവിതം ഉണ്ടാകും. തുടർന്ന് അനി ഒരു പ്രധാനപ്പെട്ട വിവരം വെളിപ്പെടുത്തുകയാണ്. നന്ദു, ആ CI സച്ചിദാനന്ദനെ കുറിച്ച് നീ സംശയിച്ചത് 100% ശരിയാണ് കേട്ടോ. നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് എനിക്കിപ്പോൾ ബോധ്യമായി. ഞാൻ വേണ്ട രീതിയിൽ അയാളെക്കുറിച്ച് അയാളുടെ സ്വന്തം നാട്ടിൽ പോയി തന്നെ അന്വേഷിച്ചു. അപ്പോഴാണ് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലായത്. നവീനും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് വിവരങ്ങൾ കണ്ടെത്താൻ എളുപ്പമായി. നമ്മളെല്ലാവരും സംശയിച്ചതുപോലെ തന്നെ അയാൾ ഒരു തരികിടയാണ് നന്ദു. തനി ഫ്രോഡാണ്. അയാൾ ജോലി ചെയ്ത എല്ലാ സ്റ്റേഷനുകളിലും അയാൾക്ക് ഓരോ കാമുകിമാർ ഉണ്ടായിരുന്നെന്നാണ് അറിഞ്ഞത്. അവരിൽ പലരുമായി അയാൾക്ക് വഴിവിട്ട ബന്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതുവഴിയാണ് അയാൾക്ക് ശിക്ഷാ നടപടിയായി സ്ഥലം മാറ്റങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുള്ളത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ അയാൾ പുറത്ത് മാന്യനായി അഭിനയിക്കുന്ന ഒരു കള്ളനാണ്. പുറമെ നല്ല രീതിയിൽ പെരുമാറുന്നു എന്നുള്ളൂ. അയാളുടെ സ്വഭാവം വളരെ മോശമാണ്. അനിയുടെ വെളിപ്പെടുത്തലുകൾ കേട്ട് നന്ദുവിന് ആദ്യം ഞെട്ടലും പിന്നീട് വലിയൊരു ആശ്വാസവും സന്തോഷവും ഒക്കെയാണ് അനുഭവപ്പെട്ടത്. ആ വേണുവിന്റെയും അനാമികയുടെയും അബിയുടെയൊക്കെ കൂട്ടത്തിൽ ചേർക്കാൻ പറ്റിയ ഒരാളാണ് ഈ CI സച്ചിദാനന്ദൻ എന്ന് അവൾ മനസ്സിലുറപ്പിച്ചു. തുടർന്ന് അനി പറയുന്നുണ്ട്, ഇയാളെക്കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ നീ എത്രയും വേഗം എല്ലാവരെയും അറിയിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇയാളെ നിന്റെ തലയിൽ കെട്ടിവെക്കാനായി നിന്റെ അച്ഛനും അമ്മയും തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഇനി ഒട്ടും സമയം കളയാനില്ല നന്ദു. നമ്മൾ ഉടനെ തന്നെ അടുത്ത കാര്യങ്ങൾ ആസൂത്രണം ചെയ്യണം. പിന്നെ നവീനോട് കാര്യങ്ങൾ പറഞ്ഞത് വലിയ ഉപകാരമായി. കാര്യങ്ങളെല്ലാം എളുപ്പമാക്കാൻ അത് സഹായിച്ചു. ഇനി എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നമ്മുടെ കാര്യത്തിൽ നവീൻ ഒപ്പം നിൽക്കുമെന്ന് ഉറപ്പു നിന്നിട്ടുണ്ട്. ഇതും കൂടെ കേട്ടപ്പോഴേക്കും നന്ദുവിന് വലിയ സന്തോഷവും ആശ്വാസവും ഒക്കെ ആവുകയാണ്. ഇനി എന്തായാലും സച്ചിദാനന്ദന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമല്ലോ. താൻ ഏറെ ആഗ്രഹിച്ച അനിയുടെ കൂടെയുള്ള ജീവിതം ഇനി യാഥാർത്ഥ്യമാകുമല്ലോ എന്ന ചിന്തയിൽ നന്ദു സന്തോഷവതിയായി തന്നെ ഇരുന്നു. അങ്ങനെ വിവാഹ നിശ്ചയത്തിനായുള്ള മുഹൂർത്തം അടുക്കുമ്പോൾ നവ്യയും നയനയും നന്ദുവിന്റെ മുറിയിലേക്ക് വന്നു. മോളെ, നീ വേഗം വേഷം മാറ്. ഇത്ര നേരമായിട്ട് നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? അവരൊക്കെ ദേ ഇപ്പം എത്തിച്ചേരും. എത്രയും പെട്ടെന്ന് സാരി കൊടുത്ത് സുന്ദരിയായിട്ട് താഴേക്ക് വാ. അങ്ങനെ പറഞ്ഞ് നയനയും നവ്യയും നന്ദുവിനെ തിടുക്കപ്പെടുത്തുന്നുണ്ട്. ശരി ചേച്ചി, ഞാൻ ഇപ്പോൾ തന്നെ ഒരുങ്ങി വരാം എന്ന് പറഞ്ഞ് നന്ദു അവരെ മുറിയിൽ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്യുന്നു. നയനയോടും നവ്യയോടും നന്ദു അങ്ങനെ പറഞ്ഞെങ്കിലും നന്ദു മനസ്സിൽ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഇനി ആ ഫ്രോഡിന്റെ കഴുത്തിന് പിടിച്ച് പുറത്താക്കാൻ പോകുകയല്ലേ, പിന്നെ എന്തിനാണ് ഈ വില കൂടിയ സാരിയൊക്കെ ധരിക്കുന്നത്? എന്തായാലും പോലീസ് യൂണിഫോമിൽ തന്നെ പോകാം. ഇങ്ങനെ തീരുമാനിച്ചുകൊണ്ട് നന്ദു തന്റെ പോലീസ് യൂണിഫോം എടുത്ത് അണിയുകയാണ്. താമസിയാതെ CI സച്ചിദാനന്ദനും അയാളുടെ കുടുംബാംഗങ്ങളും അച്ഛനും അമ്മയും മറ്റു ബന്ധുക്കളുമെല്ലാം ചടങ്ങ് തുടങ്ങാനായി ഹാളിലേക്ക് കടന്നു വന്നു. ആ സമയത്ത് എല്ലാവരും നന്ദുവിനെ തിരക്കുകയായിരുന്നു. നന്ദുവിനെ ഇതുവരെയായിട്ടും അവിടെ ഒന്നും കാണുന്നില്ലാത്തതുകൊണ്ട് തന്നെ എന്തായാലും പോലീസ് യൂണിഫോം എല്ലാം ധരിച്ച് അധികം താമസിയാതെ തന്നെ നന്ദു താഴേക്ക് ഇറങ്ങി വരുന്ന കാഴ്ച കണ്ടപ്പോൾ എല്ലാവരും ശരിക്കും അമ്പരന്ന് പോയെന്ന് വേണം പറയാൻ. ഞെട്ടിത്തരിച്ചു പോവുകയാണ് സച്ചിയൊക്കെ. ഉടനെ തന്നെ നവ്യൊക്കെ ആണെങ്കിൽ ദേഷ്യത്തോടെ നന്ദുവിന്റെ അടുത്തേക്ക് എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താടി ഈ കാണിക്കുന്നത്?
നിന്നോട് നല്ല സാരി ധരിച്ചു വരാനല്ലേ ഞങ്ങൾ പറഞ്ഞത്, പിന്നെ എന്തിനാണ് നീ ഇപ്പൊ ഈ പോലീസ് യൂണിഫോം ഇട്ടിരിക്കുന്നത്? നന്ദു അപ്പൊ ശാന്തമായിക്കൊണ്ട് തന്നെ നവിക്ക് മറുപടി കൊടുക്കുകയാണ്. ചേച്ചി, അതിനൊക്കെ ഒരു കാരണമുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ അത് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കി തരാം. നയനയാണെങ്കിലും പരിഭ്രാന്തിയായി അവിടേക്ക് ഓടിയെത്തി. എന്നിട്ട് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, മോളെ നീ എന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു, നീ എന്താ കുട്ടികളി കളിക്കുകയാണോ? വേഗം പോയി യൂണിഫോം എല്ലാം മാറ്റി സാരി എടുത്തുകൊണ്ട് വാ. എല്ലാവരുടെയും മുന്നിൽ അച്ഛനും അമ്മയ്ക്കും നാണക്കേടുണ്ടാക്കാനാണോ നിന്റെ ശ്രമം? ഇങ്ങനെയെല്ലാം പറഞ്ഞ് നയന നന്ദുവിനെ വഴക്ക് പറയുന്നുണ്ട്. എന്നാൽ നന്ദുവിന്റെ പ്രതികരണം അപ്പോഴും തികഞ്ഞ ആത്മവിശ്വാസത്തോടെയായിരുന്നു. നന്ദു നയനയോട് പറയുന്നുണ്ട്, ചേച്ചി, അച്ഛനും അമ്മയ്ക്കും ഇവിടെ ഒരു നാണക്കേടും ഉണ്ടാവില്ല. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകും. നിങ്ങൾ ഭയപ്പെടേണ്ട. അതിനിടെ അനന്തപുരിയിലുള്ളവരും അവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. അവരാണെങ്കിലും നന്ദുവിനെ കണ്ട ആകെ അമ്പരന്നു. മോളെ, ഇന്ന് നിന്റെ വിവാഹ നിശ്ചയമല്ലേ? ഈ പോലീസ് യൂണിഫോം ഒക്കെ ഒഴിവാക്കി നല്ല സാരിയൊക്കെ കൊടുത്ത് വരേണ്ടിയിരുന്നില്ലേ? ദേവേനി ആശങ്കയോടെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നയന പറയുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞു നോക്കിയത് അമ്മേ, പക്ഷേ നന്ദുവിന്റെ മനസ്സിൽ മറ്റെന്തോ തീരുമാനമുണ്ട്. അതാണ് ഇവൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. കനകയ്ക്കൊക്കെ ആണെങ്കിലും ഭയങ്കരമായിട്ടുള്ള ദേഷ്യമാണ് വരുന്നത്. നന്ദുവിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. നീ എന്തായി കാണിക്കുന്നത്? എത്ര പറഞ്ഞാലും നിനക്കൊക്കെ മനസ്സിലാവുക? ഇന്ന് നിന്റെ നിശ്ചയമാണ് നടക്കുന്നതെന്ന് നീ മറന്നുപോയോ? എല്ലാവരുടെയും മുന്നിൽ നീ അച്ഛനെ അമ്മയെ അപമാനിക്കാൻ ശ്രമിക്കുകയാണോ? നിന്റെ മനസ്സിലുള്ള ഒരു ഉദ്ദേശവും ഇവിടെ നടക്കാൻ പോകുന്നില്ല. കനകയുടെ ഈ ആക്രോശങ്ങൾ കേട്ടപ്പോഴും നമ്മുടെ നന്ദു ശാന്തത കൈവിട്ടില്ല. അമ്മേ, ഒരല്പം സമാധാനമായിട്ടിരിക്കൂ, ഞാനെന്ന് കാര്യങ്ങൾ വ്യക്തമാക്കിക്കോട്ടെ എന്നാണ് നന്ദു കനകയോട് ആവശ്യപ്പെടുന്നത്. എന്താണ് നിനക്ക് പറയാനുള്ളതെന്ന് കനക ക്ഷമയില്ലാതെ ചോദിച്ചപ്പോൾ എല്ലാവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് നന്ദു ആ സത്യം തുറന്നു പറയുകയാണ്. നിങ്ങൾ എനിക്കായി കണ്ടെത്തിയ ഈ വരനുണ്ടല്ലോ, ഇയാളുടെ തനി സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഈ സാരിയെല്ലാം ഉപേക്ഷിച്ച് യൂണിഫോമിൽ ഇറങ്ങി വന്നത്. ഇയാളൊരു പക്ക ഫ്രോഡാണ്. ഇയാൾക്ക് പല യുവതികളുമായും വഴിവിട്ട ബന്ധങ്ങളുണ്ട്. അതുകൊണ്ടാണ് പല സ്ഥലങ്ങളിലും ഇയാൾക്ക് ശിക്ഷാ നടപടിയായി സ്ഥലം മാറ്റങ്ങൾ ലഭിച്ച് ഇങ്ങനെ സ്റ്റേഷൻ മാറി നടക്കേണ്ടി വരുന്നത്. ഇയാളുടെ സ്വഭാവം ഒട്ടും നല്ലതല്ല അമ്മേ. ഞാൻ വെറുതെ പറയുന്നതല്ല, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു CI സച്ചിദാനന്ദന്റെ ഷർട്ടിൽ പിടിച്ച് പുറത്തേക്ക് തള്ളി മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ ഇതൊന്നും കേട്ടിട്ടും കനകയ്ക്ക് വിശ്വാസമായിട്ടില്ല. നീ എന്താണ് ഈ ചെയ്യുന്നത്? നീ മോന്റെ ഷർട്ടിൽ നിന്ന് കൈയെടുക്ക് എന്നും പറഞ്ഞുകൊണ്ട് കനക നന്ദുവിന്റെ കൈ തട്ടിമാറ്റാനൊക്കെ ശ്രമിക്കുമ്പോഴും നന്ദു ശക്തമായിട്ട് തന്നെ പ്രതികരിക്കുന്നുണ്ട് തിരിച്ച്. ഇയാൾ ഒരു തരികിടയാണെന്ന് ഞാൻ പലതവണ നിങ്ങളോട് പറഞ്ഞിരുന്നു. ഇയാളുടെ കയ്യിലിരിപ്പ് ശരിയല്ല. അനിയോടുള്ള സ്നേഹം കാരണം വിവാഹം മുടക്കാൻ ഞാൻ കള്ളം പറയുകയാണെന്നാണ് നിങ്ങളെല്ലാവരും കരുതിയത്. എന്നാൽ അതല്ല സത്യം. ഇയാളെ എന്റെ തലയിൽ കെട്ടിവെച്ച് എന്റെ ജീവിതം തകർക്കാനാണ് എല്ലാവരും ശ്രമിച്ചത്. എന്നാൽ കേട്ടോളൂ, ഇയാൾക്ക് മറ്റു സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട്. മാത്രമല്ല, നേരത്തെ ഒരു സ്ത്രീയുമായിട്ടുള്ള വഴിവിട്ട ബന്ധത്തിൽ ഇയാൾക്കൊരു കുഞ്ഞും ജനിച്ചിട്ടുണ്ട്. ഈ സത്യങ്ങളൊന്നും പുറം ലോകം അറിയാതിരിക്കാൻ വേണ്ടി ഇയാൾ തന്റെ സ്വാധീനവും പണം ഉപയോഗിച്ച് എല്ലാം ഒതുക്കി തീർക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇയാൾക്ക് തുടർച്ചയായി ശിക്ഷാപരമായ സ്ഥലമാറ്റങ്ങൾ ലഭിക്കുന്നത്. അല്ലാതെ ക്രിമിനൽസിനെ പിടികൂടിയതിന്റെ പേരിലൊന്നുമല്ല. ഇയാളുടെ സ്വന്തം പ്രവൃത്തികൾ കാരണമാണ് ഈ ട്രാൻസ്ഫറുകളെല്ലാം വന്നത്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് സംശയം തോന്നി ഇയാളുടെ പൂർവ്വകാലം അന്വേഷിക്കാൻ ഞാൻ നവീൻ ചേട്ടനെയും കൂട്ടി പോയത്. എന്തായാലും നവീനേട്ടനും അനിയും ചേർന്ന് ഇയാളുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചടുക്കിയിട്ടുണ്ട്. എല്ലാത്തിനുമുള്ള തെളിവുകളും അവരുടെ കയ്യിൽ തന്നെയുണ്ട്. എന്തായാലും നന്ദുവിന്റെ ഈ വെളിപ്പെടുത്തലുകളെല്ലാം കേട്ട് എല്ലാവരും ശരിക്കും തകർന്നു പോയെന്ന് വേണം പറയാൻ. പ്രത്യേകിച്ച് കനകയും ഗോവിന്ദനും. കനക ഉടനെ തന്നെ സച്ചിദാനന്ദന്റെ അടുത്തേക്ക് ചെന്നിട്ട് കണ്ണീരോട് ചോദിച്ചു, മോനെ, നീ എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ ചതിച്ചത്? നീ വളരെ നല്ലവരും സത്യസന്ധനുമാണെന്നാണ് ഞങ്ങൾ വിശ്വസിച്ചത്. നന്ദൂട്ടിന് ആദ്യമേ ഈ വിവാഹത്തിന് എതിർപ്പ് പ്രകടിപ്പിച്ചതാണ്. എന്നിട്ടും നിന്റെ നല്ല സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞ് ഞാനാണ് അവളെ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്കെല്ലാം വ്യക്തമായി. ഞങ്ങളെ ഓരോ കള്ളം പറഞ്ഞ് നീ വഞ്ചിക്കുകയായിരുന്നല്ലേ? സച്ചിദാനന്ദന്റെ മുഖത്തേക്ക് ഒരു ഒറ്റ അടി കൊടുക്കുന്നുണ്ട് കനക. ഞങ്ങളുടെ മകളുടെ ജീവിതം കൂടെ തകർക്കാൻ വേണ്ടിയാണല്ലേ നീ ഇവിടേക്ക് വന്നത്? ദൈവമായിട്ടാണ്ടാ ഇപ്പൊ നിന്റെ യഥാർത്ഥ സ്വഭാവം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നത്. ഇല്ലായിരുന്നെങ്കിൽ എന്റെ മകളുടെ ജീവിതം എന്തായിപ്പോയനെ? ഇങ്ങനെ സച്ചിയോട് പറയുന്നുണ്ട് ഗോവിന്ദനും. അങ്ങനെ നന്ദു എല്ലാവരുടെയും മുന്നിൽ വെച്ച് സച്ചിയുടെ എല്ലാ കള്ളത്തരങ്ങളും തുറന്നു കാട്ടിയതോടെ എല്ലാം കൊണ്ട് നാണം കെട്ട് തലകൊലിച്ചു നിൽക്കാനേ സച്ചിക്ക് കഴിയുന്നുള്ളൂ. ഇതേ അവസരത്തില് നവ്യയും നയനയും ഒക്കെ ആണെങ്കിലും അവരെ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു. ഈ വിവാഹത്തിന് സമ്മതിപ്പിക്കാൻ ഞങ്ങൾ നന്ദുവിനെ ഒരുപാട് നിർബന്ധിച്ചു. പക്ഷേ ഇപ്പൊ കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഇവള് വിവാഹത്തിന് സമ്മതിക്കാതിരുന്നത് എത്ര നന്നായി. ഇങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ നന്ദുവിന് ഒരു പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ടായിരുന്നല്ലോ അവൾ ആദ്യം മുതൽക്കേ തന്നെ ഇയാളൊരു ഫ്രോഡാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചത്. അവൾ സത്യം തുറന്നു പറയാൻ ശ്രമിച്ചപ്പോഴെല്ലാം അനിയോടുള്ള ഇഷ്ടം കാരണം മനഃപൂർവ്വം കുറ്റം പറയുകയെന്നാണ് ഞങ്ങളെല്ലാം വിചാരിച്ചത്. അവളെ പിന്തുണയ്ക്കുന്നതിന് പകരം നമ്മളെല്ലാവരും അവളെ എതിർക്കുകയായിരുന്നു ചെയ്തത്. ഈ കല്യാണത്തിന് വേണ്ടി അവളെ നിർബന്ധിച്ചു. ഇയാളെപ്പോലെ ഒരു തട്ടിപ്പുകാരന്റെ സ്വഭാവം മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിഞ്ഞത് നന്ദുവിന്റെ ഭാഗ്യം തന്നെയാണ്. ഗോവിന്ദനാണെങ്കിലും ദുഃഖത്തോടെ പറയുന്നുണ്ട്, അതെ, ഞങ്ങളുടെ മകൾക്ക് നല്ലൊരു ജീവിതം ലഭിക്കുമല്ലോ എന്ന് കരുതിയാണ് ഞങ്ങളും ഈ കാര്യത്തിന് നിർബന്ധം പിടിച്ചത്. പക്ഷേ ഇതൊരു ചതിയിൽ കലാശിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല. ഈ കള്ളന്റെ തനിനിറം മനസ്സിലാക്കാൻ സാധിച്ചത് തന്നെ വലിയൊരു കാര്യമാണ്. ദേവയാനിക്കും അതേ അഭിപ്രായം. തീർച്ചയായും
ഇപ്പോഴെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഭാഗ്യം കൊണ്ട് തന്നെയാണ്. ചേരേണ്ടവർ തമ്മിൽ ചേരൂ എന്നാണല്ലോ. ദൈവാനുഗ്രഹത്താലാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ തെളിഞ്ഞത്. എന്തായാലും വിവാഹത്തിന് മുമ്പ് തന്നെ സത്യങ്ങൾ കണ്ടെത്താനായല്ലോ. അത് തന്നെ വലിയൊരു സമാധാനമാണ്. ആദർശിനാണെങ്കിലും വല്ലാത്ത കുറ്റബോധം തോന്നുകയാണ്. താനും കൂടെ മുൻകൈയെടുത്ത് ഈ കല്യാണം നടത്തിക്കൊടുക്കാൻ തീരുമാനിച്ചല്ലോ. സച്ചിദാനന്ദൻ ഒരു ഫ്രോഡാണെന്ന് മനസ്സിലാക്കുന്ന ആദർശം സച്ചിക്ക് നല്ലത് കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെയും ആട്ടും തുപ്പും ശകാരവും ഒക്കെ കേട്ടുകൊണ്ട് നിൽക്കാനേ സച്ചിക്ക് കഴിയുന്നുള്ളൂ. അവസാനം നന്ദു തന്നെയാണ് സ്വന്തം കൈകൊണ്ട് CI സച്ചിദാനന്ദന്റെ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളു മാറ്റുന്നത്. മാത്രമല്ല ശക്തമായൊരു മുന്നറിയിപ്പും കൊടുക്കുന്നുണ്ട്. ഇനി കൂടുതൽ നാടകം കളിക്കാൻ ശ്രമിക്കരുത്. അടങ്ങി ഒതുങ്ങിയിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അല്ലെങ്കിലേ ഈ വിവരങ്ങൾ പരസ്യമാക്കി ഞാൻ നിന്നെ പബ്ലിക്കിന്റെ മുന്നിൽ വെച്ച് തന്നെ നാണം കെടുത്തും. സച്ചിക്കും പിന്നീട് പേടിയാവാൻ തുടങ്ങി. എങ്കിലും തന്റെ ആ ഉള്ളിലുള്ള ദേഷ്യം നന്ദുവിനോട് പറഞ്ഞു തീർക്കുന്നുണ്ട് സച്ചി. നിന്റെ മനസ്സിലുള്ള ഒരാഗ്രഹം നടക്കാൻ ഞാൻ അനുവദിക്കില്ലെന്നും നിനക്ക് ആ അനിയെ കല്യാണം കഴിച്ച് ജീവിക്കാൻ വേണ്ടിയല്ലേ എന്നെ ഇപ്പോൾ ഒഴിവാക്കിയത്. അത് നടക്കില്ല. ഇതിനുള്ള പ്രതികാരം ഞാൻ നിന്നോട് തീർത്തിരിക്കും. നീ കാത്തിരുന്നു എന്നുള്ള വലിയ വെല്ലുവിളികളൊക്കെ നടത്തിക്കൊണ്ടാണ് സച്ചി അവിടെ ഒന്നും പോകുന്നത്. അനിയാണെങ്കിലും വിവരങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷിക്കുന്നു. CI സച്ചിയെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് ഇനി ഉണ്ടാവില്ലല്ലോ. അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി നമ്മുടെ വഴി ക്ലിയർ ആണ് നന്ദു. ഇനി ആരെയും ഭയപ്പെടണ്ട. ഇനി പതിയെ നമ്മുടെ കാര്യം എല്ലാവരുടെയും മുന്നിൽ അവതരിപ്പിക്കണം. മുത്തശ്ശനും മുത്തശ്ശിയും ഓൾറെഡി സമ്മതിച്ചു കഴിഞ്ഞു. ഇനി നിന്റെ അച്ഛനും അമ്മയും കൂടെ സമ്മതിച്ചാൽ അടുത്ത നല്ല മുഹൂർത്തത്തിൽ തന്നെ നമ്മുടെ വിവാഹം നടത്താം. നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാനും പറ്റും. അങ്ങനെ തങ്ങൾ ഒരുമിക്കുന്ന നിമിഷം യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന ആശ്വാസത്തിൽ അനിയും നന്ദുവും സന്തോഷഭരിതരാവുകയാണ് ചെയ്യുന്നത്.